നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലം മുതൽ വളാഞ്ചേരി വരെയാണ്. അപ്പോൾ വളാഞ്ചേരി വരെ എത്രത്തോളം റോഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. പിന്നെ അവിടുത്തെ പല പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് റോഡുകളൊക്കെ ചില ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുവരാം. പിന്നെ ഇതിന് നിങ്ങൾ കോഴിക്കോട് മുതൽ നമുക്ക് കുറ്റിപ്പുറം വരെയുള്ള വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ടെങ്കിൽ അത് കോഴിക്കോട് മുതൽ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ ഓരോ പ്രശ്നങ്ങളുള്ള ഏരിയ ഒക്കെ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. പിന്നെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് കഴിഞ്ഞ കാരണം സുഖമായി യാത്ര ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പല ആൾക്കാരും റോഡ് ക്രോസ് ചെയ്യലും ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര ഈ വണ്ടി സ്പീഡ് കൂടി പോകുന്ന സമയത്ത് ഇവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണാനുള്ള ഒരു സമയം കിട്ടില്ല, ഇവരെ തട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്തിട്ട് യാത്ര ചെയ്യുക. പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം. കുറ്റിപ്പുറവും കോഴിക്കോടും കാണുമ്പോൾ സെന്റൊരു ദൃശ്യം എന്നോ നാം പറയുന്ന MHCX അഭിമാനമായൊരു കേരളത്തിൻ കലക്കി മനസ്സിൽ കൊട്ടും ഗിരിവരിയാത്ത പ്രണയമാൻ്റെ ഹെന്നു പറയാ പുതിയൊരു ഭാവമുള്ള പാതയലായാൽ കനവുണ്ടായി താങ്കളായി എൻ്റെ ഉണ്ടെ കുട്ടനും അച്ഛനും മുന്നയും എല്ലാവരും ചേർന്നു പുറം കയനും കണ്ടാം യാത്രിയെഴുതി പൊന്മയാടി ചേരും ഫ്രഷ് മോഡലിൽ ഏർപ്പെരും പന്ത ചിത്രം മനസ്സിലേക്ക് കേരളത്തിൻ്റെ മനോരമയാം. ചില റോഡ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർത്താവും അവിടെ കട്ടിങ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടെ പോവുക, സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുക. പുതിയൊരു ഭാവമുള്ള പാതയായ കനവുണ്ടായി പാങ്ങലായി എൻ്റെ ഉണ്ണിക്കുത്തനും മനസ്സിലും അമ്മയെന്നും എല്ലാവരും ചേർമപ്പെടുന്തയേ കുറ്റിപ്പുറവും കോഴിക്കോടും കാണുമ്പോൾ സെന്റൊരു ദൃശ്യം എന്നോ നാം പറയുന്ന MHCX അഭിമാനമായൊരു കേരളത്തിൻ കലക്കി
മനസ്സിൽ കൊട്ടും ഗിരിവരിയാത്ര പ്രണയമാണ്ട് എന്നു പറയാ. അപ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ എത്തിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർ നോർമൽ റോട്ടിൽ കൂടെയാണ് വിടുന്നത്. അപ്പോൾ മെയിൻ ഹൈവേ അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പണിയൊക്കെ കഴിയുന്ന വരെ നമ്മളിപ്പോൾ എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് വളാഞ്ചേരി വിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാത്രി എഴുതി പൊന്മയാരിച്ചേരും ഫ്രഷ് മോഡലിൽ ഏർപ്പെടും പന്ത ചിത്രം മനസ്സിലേക്ക് കേരളത്തിൻ്റെ മനോരമയാം വരികൾ പറയുക ഒരു കഥ എന്നെ സോനുമ്പോഴേ ആ സന്ദേശം മനസ്സിലേക്ക് പുതിയൊരു ഭാവമുള്ള പാതയായ കനവുണ്ടായി പാങ്ങളായി എന്റെ ഉണ്ണിക്കുത്തേനന്മാർ സെലിമ്പമ്മയെന്നിൻ എല്ലാവരും ചേർമപ്പെടുന്തയേ. നമ്മൾ വളാഞ്ചേരിയിൽ അവിടുന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് വന്നതിന് ശേഷം കണ്ടില്ലേ, വീണ്ടും ബൈപ്പാസ് റോഡിൽ നമ്മൾ വീണ്ടും കയറുകയാണ്. അപ്പോൾ ബൈപ്പാസ് റോഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കയറി വന്നിട്ട് വീണ്ടും ഇവിടെയൊക്കെ ഒരുപാട് വർക്ക് നടക്കണമുണ്ട്. അപ്പോൾ അവർ വണ്ടിയൊക്കെ നമ്മൾ സാധാരണ മുന്നേ പോയിരുന്ന വഴി കൂടെ തന്നെയാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം അതിൽ വീണ്ടും റൗണ്ട് എടുത്തിട്ട് വരണം. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മേലെ ആ അടിവശത്ത് കൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതൽ കറ്റിപ്പുറം വരെ പാതയിൽ നീ അഭിതിലായി ഞാൻ അനുഭവി മഴയൊഴുക്കി പാതകളും പാടങ്ങളിലും എത്ര സ്നേഹം നീ കോർക്കു തരുമോ. ഗജനക്കൊന്തു നാത്രം വിശ്രിതോ ഒഴുകി പോയാലും കാലം മാനും വരെ എന്നെ സ്നേഹം നൽവിലിരുന്നനെ പാതകളിലെ ഇപ്പുറത്തെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആഴത്തിൽ കുഴി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കല്ലൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ അവിടെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ട്, ഞാൻ വണ്ടി ഓടിക്കുന്ന കാരണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരുന്ന സമയത്തുള്ള വീഡിയോയും കൂടി നമ്മൾ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം. പിന്നെ നമ്മൾ കോഴിക്കോട് ടു കുറ്റിപ്പുറം വരെയുള്ള വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മൾ എൻ്റെ കാർഡിലും കൊടുക്കാം. നിങ്ങൾക്ക് അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ കാണാൻ പറ്റും. വരികളിൽ വർഷം പെയ്യുമ്പൊരു മുങ്കൈ സ്മരൽ തേരി നമ്മൾ കരുതകളെ പാതകളിലെ എത്തിയാരും സ്മരിക്കും നിന്ദിക്കാൽ പോലുകൊലുപ്പിക്കാരും തുമ്പുകൾ തൂസി എൻയൊരു സൗഖ്യം പന്നും കിണറത്തിൻ കാതയ്ക്കു പലിനാ കഴിമാലും പതിവായി
അടുത്തത് നിങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടോളിൻ്റെ ഒരു പോർഷനാണ്. ടോൾ വരാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ടോളിൻ്റെ അവിടെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി കാരണം കഴിഞ്ഞാൽ ഇവരൊരു കറക്റ്റ് ഒരു തിരിയണ പോർഷനിൽ കൊണ്ടുപോയിട്ടാണ് ഇട്ടിക്കണത്. പിന്നെ ഈ പല വണ്ടികളും ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ആ തൂണിൻ്റെ മേലെ തട്ടിയിട്ടും ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവർ ചെയ്ത സിസ്റ്റമാറ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇവരെ വളരെ ഒരു റോഡിനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഇത് ഇവർ ഏത് എഞ്ചിനീയറിംഗ് സിസ്റ്റം ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും പല ആൾക്കാരുടെ വണ്ടിയും ഈ തൂണുമ്പോൾ തട്ടിയിട്ട് വലിയ വണ്ടികളൊക്കെ തൂണുമ്പോൾ തട്ടിയിട്ടുള്ളത് ഒക്കെ ഞാൻ കണ്ടു. നമുക്ക് എന്തോ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു യാത്ര അവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഇത് ചെയ്തത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഹൈവേക്ക് തന്നെ കയറാൻ പോവാണ്. ഹൈവേയിൽ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് നല്ല സെറ്റപ്പിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് കോഴിക്കോട് എത്തുന്നവരെ സുഖമായി യാത്ര ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.